അതെ, നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ, അതുപോലെ കഴിക്കാനും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. അപ്പം വേണ്ട സാധനങ്ങൾ 1/4 കിലോ മൈദയാട്ടോ, ഇത് 1/4 കിലോ മൈദ. അപ്പം 1/4 കിലോ മൈദയ്ക്ക് വേണ്ടത് 2 മുട്ടയാട്ടോ, പിന്നെ 1 സ്പൂൺ നെയ്യാണ്, പിന്നെ 2 സ്പൂൺ റവ വേണം, പിന്നെ പഞ്ചസാര, പിന്നെ കുറച്ച് വാനില എസൻസ്, അതുപോലെ തന്നെ ഏലക്ക കേട്ടോ. അപ്പോൾ ഇത്രയും വീട്ടിലുള്ള കുറച്ച് സാധനം മാത്രം മതി നമുക്ക് അടിപൊളി വീട്ടിൽ എന്താ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നെയ്യ് ഇതിലൊരു സ്പൂണേ ആക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മക്കളെ, പിന്നെ നമ്മളെ പഞ്ചസാരയും ഏലക്കായും ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. പഞ്ചസാരേൻ്റെ അളവ് പറയാത്തത്, നിങ്ങൾക്ക് പഞ്ചസാര മധുരത്തിനനുസരിച്ച്, അതായത് മധുരം കുറവ് വേണ്ടവർക്ക് മധുരം കുറച്ചിട്ടാൽ മതി കേട്ടോ. അതാണ് പഞ്ചസാരേൻ്റെ അളവ് പറയാത്തത്. അപ്പം ഞാനത് പൊടിച്ചെടുത്ത ശേഷം ഈ 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കേട്ടോ. ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും ഏലക്കായും പൊടിച്ചിട്ടതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഞാൻ സാധനങ്ങൾ പറയുകയാണ്. ഇതിലിട്ടത് 1 സ്പൂൺ നെയ്യ്, 2 മുട്ട, നമ്മളെ പഞ്ചസാരയും ഏലക്കായും പൊടിച്ചതാട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ഇളക്കണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഈ 3 സാധനം നന്നായിട്ട് അടിച്ചെടുക്കണം. ശരിക്കും നല്ല പതച്ചെടുക്കുക എന്നെല്ലാം പറഞ്ഞില്ല, അതുപോലെ തന്നെ എല്ലാം കൂടി 3ഉം കൂടി നന്നായിട്ട്, അതായത് യോജിച്ചിട്ട് എടുപ്പിക്കണം. നിങ്ങളെടുത്ത് മുട്ട ഇതാ അടിക്കുന്ന ആ മെഷീൻ ഉണ്ട്, അത് വെച്ച് ചെയ്താൽ മതി. അതാകുമ്പോൾ പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പം ഞാൻ സ്പൂൺ വെച്ച് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് നല്ല ടേസ്റ്റുള്ള നല്ല രുചികരമായ ബിസ്ക്കറ്റ് വീട്ടിൽ തന്നെ പെട്ടെന്ന് വീട്ടിലുള്ള നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു 3-4 സാധനം ഉപയോഗിച്ചിട്ട് പെട്ടെന്നാണ് ഇത് ചെയ്തെടുക്കുന്നത്. നമ്മൾ കടയിലൊന്നും പോയി മേടിക്കണം, നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു കുപ്പിയിൽ അടച്ച് വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ആ ബിസ്ക്കറ്റ് നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത ശേഷം ഇതിലേക്ക് 2 തുള്ളി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെറും 2 തുള്ളി മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അതും കൂടി നമുക്കൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടി ഇതുപോലെ ഞാൻ കണ്ടില്ല, ഇതുപോലെ പതപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എന്താക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ എല്ലാം ഇളക്കലെല്ലാം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണേ. അതിനുശേഷം നമ്മൾ മൈദ കുറച്ചെടുത്തിട്ട് അരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് അരിച്ചിടുന്നുണ്ട്. അപ്പം മൈദ അരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും ഞാൻ അരിച്ചിട്ടാണ് അത് ഉപയോഗിക്കൽ. അധിക പേരും അരിക്കാറൊന്നുമില്ല, പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ മൈദ ഉപയോഗിക്കുന്നത് അരിച്ചെടുത്തിട്ടാട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് നിർബന്ധമില്ലാത്തൊരു കാര്യം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ബാക്കിയുള്ള മൈദയും കൂടി ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അരിച്ചെടുത്ത് കൊടുക്കുവാണ്. മൈദയിൽ ടൗണിൽ നിന്ന് മേടിക്കുന്നുണ്ട്, എന്തെങ്കിലും ചെറിയ പൊടിയോ എന്തെങ്കിലും ഉണ്ടോ, ചിലപ്പോൾ ഈ തരിപ്പ് എന്തെങ്കിലും ഉണ്ടാവും, അത് ഇതാക്കിയിട്ടാട്ടോ ഞാനിങ്ങനെ അരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ അരിക്കൽ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചാൽ മതി. എന്നിട്ട് ഇത്തിരി ഉപ്പ്, പേരിന് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കുക. ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ബിസ്ക്കറ്റ് അങ്ങ് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് വലിയ പാടൊന്നുമില്ല കേട്ടോ. കയ്യിലൊരിത്തിരി എടുത്തിട്ട് റൗണ്ടാക്കിയ ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് കയ്യിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ആക്കണേ. ഞാൻ ഇത് കണ്ടോ, നിങ്ങൾ എന്താണോ വെളിച്ചെണ്ണയിലാണോ ഇത് ഉപയോഗിച്ചിട്ട് പൊരിക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണയാക്കി കൊടുക്കുക. ഇത് ഞാൻ അതിൻ്റെ മേലത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് എള്ളാണ് കേട്ടോ. എള്ള് നിർബന്ധമില്ല, അത് ഞാൻ എടുത്ത് പറയുക. എള്ള് നിർബന്ധമില്ല, മൈദ അരിക്കൽ അത് രണ്ടും ഞാൻ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എള്ളാക്കി കൊടുക്കുന്നുണ്ട്, എള്ളില്ലാണ്ട് ഞാൻ ഈ ബിസ്ക്കറ്റ് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. 2 രീതിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ എള്ള് നിർബന്ധമൊന്നുമില്ല. അപ്പം ഞാൻ കയ്യിൽ കുറച്ച് ഞാൻ അത് പറയാൻ നിൽക്കുക, നിങ്ങൾ പാം ഓയിലാണോ വെളിച്ചെണ്ണയിലാണോ എന്തിലാണോ ബിസ്ക്കറ്റ് പൊരിച്ചെടുക്കുന്നത് ആ എണ്ണ കയ്യിലാക്കി കൊടുത്താൽ മതി കേട്ടോ. കുറച്ചാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കയ്യിൽ ഇതുപോലെ എടുത്തിട്ട് പരത്തി കൊടുത്താൽ മതി. ഇതിൽ ചെറുതാക്കിയിട്ടും വേണേൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ കടയിൽ ബേക്കറി കാണുന്ന ഇതിൻ്റെ തന്നെ കുഞ്ഞു ബിസ്ക്കറ്റാണ് കേട്ടോ. ആ കുഞ്ഞു ബിസ്ക്കറ്റ് കുഞ്ഞു മഞ്ഞ കളർ ബിസ്ക്കറ്റില്ലേ, അപ്പോൾ ആ ബിസ്ക്കറ്റാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കുഴച്ചതിൽ ഒരു 1/4 ടീസ്പൂണിൻ്റെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് പറയാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ആ മൈദ കുഴച്ചപ്പാണ് എല്ലാം കൂടി ചേർന്നിട്ട് കുറച്ച്. അപ്പം ഇതുപോലെ ഇതിൻ്റെ ചെറുതാക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം. ഇതിൻ്റെ വലുതാക്കിയിട്ടും വേണേൽ എടുക്കാം കേട്ടോ. എനിക്കിത് കഴിക്കുമ്പോൾ എന്തിൻ്റെയാണെന്നറിയാം, നമ്മൾ ബാർലി ബിസ്ക്കറ്റ് ഇല്ലേ അതിൻ്റെയും. പിന്നെ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. ഷുഗർ ഉള്ളവർക്ക് പഞ്ചസാര കുറച്ച്, അപ്പം അവർക്കും അത് കഴിക്കാൻ പറ്റും കേട്ടോ.
മധുരം നിങ്ങൾ ഇതനുസരിച്ച് ഇട്ടോ, മധുരം കൂട്ടി വേണ്ടവർക്ക് കൂട്ടിയെടുക്കാം. ഞങ്ങളധികം മധുരം, അക്കുഡൂസ് ആകെ മധുരത്തിൽ നന്നായിട്ട് കഴിക്കുന്നത് ക്രീം കേക്ക്, നമ്മളെ ബർത്ത്ഡേ കേക്കില്ല, അതേ അവന് ഇഷ്ടമുള്ളൂ. അല്ലാത്തത് അങ്ങനെ മധുരം അവൻ കഴിക്കത്തില്ല കേട്ടോ, അവൻ എരിവാണ് ഇഷ്ടം. അപ്പോൾ ഇത് മൊത്തം ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോഴും ഇതിലേക്ക് എന്താ പറയുക, ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുകയാണ്. ഇതിൽ എള്ള് വയ്ക്കുന്നില്ല. എള്ള് വയ്ക്കുമ്പോൾ എൻ്റെ കൈ പിടിക്കുമ്പോൾ പിന്നെയും ആ കൈ തുടച്ചു പിന്നെയും ഉരുട്ടേണ്ട ഒരു ഇത് വരുന്നു. അപ്പോൾ ഞാൻ വേഗം പരത്തി വെക്കുകയാണ്. വേഗം പറ്റും കേട്ടോ. നിങ്ങളിത് ചെറുതായി പരത്തിയാൽ മതി. ഏതോ ഒരു വീഡിയോൻ്റെ താഴെ ഒരു ചേച്ചി കമൻ്റ് ഇട്ടായിരുന്നു, പിന്നെ ചില സമയത്ത് സ്പീഡ് കൂടി പോകുന്നുണ്ട് സംസാരത്തിലെന്ന്. ഞാൻ ഇങ്ങനെ തന്നെയാട്ടോ സംസാരിക്കാറ്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ എള്ള് വേണ്ടവർക്ക് ഇതിൻ്റെ മേലെ ഇതുപോലെ എള്ളിട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ എള്ളിട്ട് കൊടുത്താൽ മതി. വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ എള്ള്. അതാണ് ഞാൻ സാധനം എന്തൊക്കെയാണെന്ന് പറഞ്ഞപ്പം എള്ള് പറയാത്തത്. അപ്പം എള്ള് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കണ്ടോ പൊരിച്ചെടുക്കാം കേട്ടോ ഇനി. അപ്പം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പാം ഓയിൽ ഒഴിച്ചു. പാം ഓയിൽ ചൂടാവുമ്പം ഇതിലേക്ക് ബിസ്ക്കറ്റ് മൊത്തമല്ല, കുറച്ച് ചട്ടി കൊള്ളുന്ന അത്ര കേട്ടോ, ഒരു 5-10 ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് പിന്നെ എന്താക്കുക, പൊരിച്ചെടുക്കുക. ഇപ്പം ബിസ്ക്കറ്റിലേക്ക് ഇട്ടാൽ പൊരിയുന്നത് എല്ലാവർക്കും അറിയില്ലേ, കുറച്ച് നന്നായിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ കറുമുറാന്ന് വരുള്ളൂ. അതായത് നമ്മൾ ടൗണിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന അതേ ഇത് നമ്മൾ കഴിക്കുമ്പോഴൊക്കെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. മാത്രമല്ല വേഗം ഇതിൻ്റെ പണിയും കഴിയുന്നുണ്ട്. അപ്പം നമുക്കിപ്പം ടൗണിൽ പോയിട്ടൊന്നും മേടിക്കേണ്ട, വീട്ടിൽ നിന്ന് തന്നെ മക്കൾക്ക് ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്ന മക്കളാണെങ്കിൽ ഇതുപോലെ ബിസ്ക്കറ്റ് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇത് തന്നെയാണ് വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നത്. എളുപ്പത്തിൽ കഴിയുമല്ലോ അല്ലേ. ഞാനിത് ഉണ്ടാക്കിയ ശേഷം ഒരു കുപ്പിയിൽ അടച്ച് വയ്ക്കും. നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, തണിഞ്ഞു പോകുമൊന്നുമില്ല. നമ്മൾ അതുപോലെ തന്നെ കവറിലിരിക്കുന്ന പോലെ തന്നെ ഇരിക്കും. അപ്പം ബാക്കിയുള്ള ബിസ്ക്കറ്റ് ഒരു ട്രിപ്പ് ഞാൻ പൊരിച്ചെടുത്തു. ബാക്കിയുള്ള ബിസ്ക്കറ്റും കൂടി പിന്നെ ഇടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് പൊരിച്ചെടുക്കണം. വീട്ടിലുള്ള കുറച്ച് സാധനമല്ലേ വേണ്ടൂ. മുട്ട എപ്പോഴും വീട്ടിലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മൈദപ്പൊടി ഉണ്ടാവും. പിന്നെ പഞ്ചസാരയും ഏലക്കായും ഒക്കെ ഉണ്ടാവും ഇല്ലേ. എള്ള് നിർബന്ധമില്ല എന്ന് പറഞ്ഞു. പിന്നെ വാനില എസൻസ് എന്തായാലും ഉണ്ടാവും. അപ്പം ഞാൻ ബിസ്ക്കറ്റൊക്കെ ഏകദേശം പൊരിച്ച് കഴിയാനായി. ഇപ്പുറത്ത് ചായയും വെച്ചിട്ടുണ്ട്. അക്കുഡോസ് ലീവായതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം കുറച്ച് സാധനം വെച്ച് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ബിസ്ക്കറ്റ് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഈ ബിസ്ക്കറ്റൊക്കെ അടിപൊളിയായിട്ട് ഫുള്ള് പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. അക്കുഡോസിന് ചായ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അക്കുഡോസിന് ഇത് കൊടുക്കട്ടെ കേട്ടോ. അക്കുഡോസ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അക്കുഡോസ് പ്രാവിന് തീറ്റയും കൊടുത്ത് ഇവിടെ ഇരുന്ന് ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ കേട്ടോ. ഇഷ്ടപ്പെട്ടാലേ എന്തായാലും ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണം. നിങ്ങളെ അഭിപ്രായം നല്ലതായാലും ചീത്തയായാലും പറയണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ.